അല്ല ഇവൻ സെറ്റ് ഒന്നും എടുത്തവിടെ എല്ലാവരും എനിക്ക് പോയി കഴിക്കുന്ന സമയം അല്പം ചൂട് ചൂട് അങ്ങനെ അറിയില്ല എന്നാലും ഞാനെനിക്കും തോന്നി ആ ഓ പോലെ നിൽക്കണേണ്ട് ചേട്ടൻ രാവിലെ ഉറങ്ങോ? 4:10 അതെ അല്ലേ, 4 മണിക്കൊക്കെ ആളുണ്ടാവും അല്ലേ? ആളുണ്ടാവും. മെയിനായിട്ട് പുട്ടാണോ പരിപാടി? പുട്ട് അപ്പം അപ്പം 4 മണി പോയെ ഒരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങള് പാട്ട് വെച്ച് തുടങ്ങണേ. ശരി, റേഡിയോ ഒക്കെ എടുത്ത് നോക്കി. കറണ്ട് ഇല്ലല്ലോ. പിന്നെ റേഡിയോന്റെ ആളാ എപ്പോഴും എനിക്ക് പാട്ട് വെക്കണം. ഇത് കണ്ടാലും പിന്നെ റേഡിയോ ഉണ്ടാവും. റേഡിയോയിലും ടി വിയിലുള്ള കാര്യമൊക്കെ വത്സരോട് വരുമ്പോൾ പറയും.
അത് ആ പൈപ്പാണോ? പിന്നെ മുമ്പായിരിക്കും ആദ്യേ നമ്മുടെ അത് എവിടേക്ക് പോണ ലൈൻ? അവിടേക്ക് ജലജീവന്റെ പദ്ധതി. ഈ വർഷം നമ്മൾ 10ാം വർഷമായതുകൊണ്ട് കഴിഞ്ഞ 9 വർഷത്തേക്കാളും ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് നമ്മൾ മലയാറ്റൂർ വികസന സമിതിയും മലയാറ്റൂർ പഞ്ചായത്ത് ഭരണസമിതിയും കാണുന്നത്. കഴിഞ്ഞ മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഈ വർഷം ഒരു വ്യത്യസ്തമായിരിക്കും നമ്മുടെ ഈ കാർണിവൽ. അതായത് ഈ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിലുള്ള ഏറ്റവും വലിയ ഉയരം കൂടിയ പാപ്പാഞ്ഞി ദാവഞ്ചിയുടെ ഒരു ഇന്ന് വരെ നമ്മുടെ ഈ മലയാറ്റൂരിൽ നിന്നല്ല ഈ അടുത്ത പരിസരത്തൊന്നും ദാവഞ്ചിയുടെ ഒരു പ്രോഗ്രാം നമ്മളിവിടെ ഉണ്ടായിട്ടില്ല. അത് നമ്മളൊരു ഇതിനൊക്കെ ഒരു വ്യത്യസ്ത കൂട്ടണ്ടായിരിക്കും. ATM റൈഡ് അല്ലേ സിജു? ATM റൈഡ് ഇവിടെ വന്നിട്ടില്ലായിരിക്കുമ്പോൾ അതും ആദ്യമായിട്ട്, അതും ഒരു നമ്മുടെ ഇതിനൊരു വ്യത്യസ്തമായിരിക്കും. പിന്നെ അതുകൂടാതെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ചാണ് ഈ പ്രാവശ്യം നമ്മൾ ഏരിയ കൂട്ടി, അതായത് പള്ളിയുടെ സ്ഥലം കൂടി എടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ നടന്ന റൈഡുകളൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് മുൻ വർഷങ്ങളിലൊക്കെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഈ പരിപാടികൾ ആസ്വദിക്കാനോ പറ്റാത്തൊരു തിക്കൻസ് ഉണ്ടായിരുന്നു. കാരണം ഈ റൈഡിൽ കയറാനുള്ള തിരക്കും ഈ പ്രോഗ്രാമിൻ്റെ കാണികൾക്കുള്ള തിരക്കൊക്കെ ഭയങ്കര തിക്കൻസ് ആയിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഒരു 3-4 റൈഡുകൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് അപ്പുറത്തെ ഗ്രൗണ്ടിലേക്ക് മാറ്റി. അതുകൊണ്ട് ഏറെ ഗുണം ചെയ്യും. കാരണം ജനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വൈഡായിട്ട് ആൾക്കാർക്ക് നിൽക്കാം. ഒരുപാട് ജനങ്ങൾക്ക് ഇവിടേക്ക് മുൻ വർഷങ്ങളൊക്കെ എത്താൻ പറ്റാത്ത ഇതുണ്ട്. കാരണം ഇവിടെ ബ്ലോക്കായിട്ട് പിന്നെ സ്ഥല സൗകര്യം കുറവ് കൊണ്ട് തന്നെ ആൾക്കാർക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കൊല്ലം അതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ 10ാം വർഷം നമുക്കൊരു വിഭിന്നമായ ഒരു ഇതാണ്. പിന്നെ 2-3 വർഷമായിട്ട് മുടങ്ങി കിടന്ന ഫൗണ്ടൻ അല്ലേ, വാട്ടർ ഫൗണ്ടൻ നമ്മൾ ഈ പ്രാവശ്യം കുറേയും കൂടി വ്യത്യസ്തമായ ഒരു ഫൗണ്ടനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇറങ്ങി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ള ചെറിയ തടാകം നമ്മൾ ഒന്നും ചെയ്യാറുണ്ടായില്ല. കൂടുതൽ ഫണ്ട് മുടക്കി തന്നെ നമ്മൾ അവിടെ ഒരു നല്ലൊരു സംഭവം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും വളരെ പ്രകാശഭരിതമായിരിക്കും. സ്റ്റാച്ചുവിൻ്റെ അവിടെ വരെ നമ്മൾ നക്ഷത്രം ഇടുന്നത് 2 സൈഡിലും നക്ഷത്രം ഇടുമ്പോൾ തന്നെ ഇവിടെ അടിവാരത്ത് തുടങ്ങിയ സ്റ്റാച്ചു, അതൊക്കെ നമ്മൾ ഈ വർഷം ചെയ്യുന്ന പുതുമയാർന്ന സംഭവങ്ങളാണ്. സെൻട്രൽ സ്റ്റാറിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു സ്റ്റാറും കൂടി നമ്മൾ സെറ്റ് ചെയ്ത്, അതൊക്കെ ഈ 10ാം വർഷത്തെ പ്രമാണിച്ച് വരുന്ന പുതുമയാർന്ന സംഭവങ്ങളാണ്. പിന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് റൈഡ് 3-4 റൈഡും കൂടി നമ്മളത് കൂട്ടിയിട്ടുണ്ട്. KS പ്രസാദിൻ്റെ കലാഭവൻ KS പ്രസാദിൻ്റെ പ്രോഗ്രാം നമ്മൾ ഇന്ന് വരെ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അത്. നമ്മൾ 26-ാം തീയതി നമ്മളത് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായിരിക്കും ഈ വർഷത്തെ കലാപരിപാടികളും പ്രോഗ്രാമുകളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. മുൻ വർഷങ്ങളെ പോരായ്മകളൊക്കെ നികത്താൻ വേണ്ടി തന്നെ നമ്മളൊരു കമ്മിറ്റി എടുത്താണ് ചർച്ച ചെയ്ത് ഓരോ ദിവസവും ചർച്ച ചെയ്ത് അതിൻ്റെ പോരായ്മകൾ നികത്തി തന്നെ പോണേ. ബാരിക്കേഡ് ഈ പ്രാവശ്യം മുൻ വർഷങ്ങളൊക്കെ നമ്മൾ ബാരിക്കേഡ് ഈ മറ്റേ മരത്തിൻ്റെ കഴക്കോലുകൊണ്ട് ഉണ്ടായി കഴിയുമ്പോൾ അത് സംഭവം ഒരു ഇത് വന്ന് 4 പേര് പിടിച്ച് കഴിയുമ്പോൾ അത് ഒടിഞ്ഞു പോകണ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ മൊത്തം GI പൈപ്പ് ഉപയോഗിച്ച് ബാരിക്കേഡുകൾ സെറ്റ് ചെയ്യണേ. കാരണം ഒരു കാരണവശാലും ചെറിയയിലേക്ക് ഒരാൾ പോകരുത്. ബാരിക്കേഡ് ഒടിഞ്ഞ് ചെറിയ പോയി അല്ലെങ്കിൽ അനിഷ്ടം സംഭവിക്കരുത്. അവസാന ദിവസങ്ങളിലാണ് നമുക്ക് തിരക്ക് അനുഭവപ്പെടുക. അപ്പോൾ ആ ദിവസങ്ങൾ നമ്മൾ അതിന് മുമ്പായിട്ട് മറ്റേ നമ്മുടെ ഓൺലൈനിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ നമ്മൾ മെസ്സേജ് ഇടും. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു വിങ് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളുണ്ട്.
മുൻ വർഷങ്ങളിൽ ഇതിക്ക് മുന്നേ നമ്മൾ ഇവിടുത്തെ സമിതിയിലെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളൊരു അരയന്നത്തിന് ഒരു ഈഫിൽ ടവർ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. ഈ വർഷം നമ്മളൊരു വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് 2 മാൻ ഒരു പപ്പാഞ്ഞിലൊരു ഇതിനകത്ത് പോകുന്ന ഒരു സംഭവം. അത് ഒരു വെറൈറ്റി ആയിട്ട് ലൈറ്റിൽ തന്നെ ചെയ്തിരിക്കുന്ന, അത് ഇരുമ്പും നൈനോ സ്റ്റിപ്പും വെച്ചിട്ടാണ് വർക്ക് ചെയ്യണത്. അതിൻ്റെ ബേസായി കിടക്കണേ. ഇത് 23 അടി നീളമാണ് ഇതിന്. ഇത് നമ്മൾ ഡ്രമ്മ് ഇരുമ്പൊക്കെ ഉപയോഗിച്ചാണ് ഇത് കെട്ടിയത്. ഇത് വെള്ളത്തിൽ ഇടുന്നൊരു സാധനമാണിത്. ഈ പ്രാവശ്യം സെൻട്രൽ സ്റ്റാർ ഒരു വ്യത്യസ്തമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു സ്റ്റാർ കൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ദിവസമായി ഞങ്ങൾ ഇതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഇന്ന് രാത്രി നമ്മൾ ഇതിൻ്റെ മറ്റുള്ള വർക്കുകളൊക്കെ രാത്രികളിലും പകലൊക്കെ ആയിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാവശ്യം MLO വന്ന് ഞങ്ങൾ പുതിയൊരു ഐറ്റം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഇത് കാണിച്ചു കൊടുത്തു. പുള്ളി അത് പക്കയാന്ന് തോന്നുന്നു, നല്ല കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളാം. 24-ാം തീയതി വൈകുന്നേരം നമ്മളത് തെളിച്ച് ഇടാമെന്നുള്ളൊരു പ്ലാനാണ് നമ്മുടെ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നമ്മുടെ സമിതിയിൽ തന്നെ ഒരു 3-4 പേര് കൂടി ഉണ്ട് സഹായത്തിന്. രാത്രി മുതൽ നിന്നിട്ടാണ് ഇതിൻ്റെ സ്കെച്ച് റെഡിയാക്കിയത്. ഇത് മൊത്തം റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ കമ്പി മേടിച്ച് അതിൻ്റെ ഫ്രെയിം റെഡിയാക്കിയിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ സിസ്റ്റം. ഇതിപ്പോൾ ഇതിനകത്തൊരു മാനമുള്ളൂ കാണിച്ചിട്ടുള്ളൂ. വേറൊരു മാനം കൂടി ഉണ്ട്. അതങ്ങനെ എക്സ്ട്രാ ഇതുമ്പോൾ തന്നെ വെച്ചിട്ട് അടുത്ത വർക്ക് ചെയ്തതാണ്. ഇതിനകത്ത് നിയോ സ്ട്രിപ്പ് അടിച്ചിട്ടാണ് ഇതിൻ്റെ വർക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഇത് കമ്പി, അതായത് പൈപ്പ് മാത്രം അല്ല, നമ്മൾ വർക്കിക്കുന്ന കമ്പി വെച്ചിട്ട് വളയ്ക്കുക. അതാണ് അതിൻ്റെ വർക്ക്. ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ, അതായത് ഞങ്ങളുടെ സമിതിയിൽ നിന്നും ഓടുന്ന ഒരാളുണ്ട്, നമ്മുടെ ചെയർമാൻ ഷിജു നടുക്കുടി. അത് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങളുടെ ഈ ഒരു സമിതിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ചുക്കാൻ വലിക്കുന്ന ഒരാളാണ് പുള്ളി. പിന്നെ അതായത് സമിതിയുടെ ഭാഗത്തുനിന്ന് ഇവിടുന്ന് ഞങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും ആളായിട്ട് പറയാം. ഞങ്ങളെന്താണോ ഞങ്ങൾക്ക് ഇത് ഒരു രാത്രിയും പകലിലും ഉറക്കം വിളിച്ചിട്ടാണ് ചില കാര്യങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ ഒരു 12 മണിയെങ്കിലും ആവും ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ട് പോകുമ്പോൾ. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങളുടെ ചെയർമാനായ ഷിജു നടുക്കുടിയുണ്ട്. അപ്പോൾ അത് നമുക്കൊന്നും വിട്ടുകളയാൻ പറ്റില്ല. കാരണം അത്രയും പക്കയായിട്ട് പുള്ളി ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നത്. ഞാൻ വിൽസൺ മലയാറ്റൂർ, നക്ഷത്ര തടാകത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറാണ്. 2014 ഇങ്ങനെയോ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി, ഒരു ഭാവന, അത്രയേ ഉള്ളൂ. ഈ തടാകത്തിന് ചുറ്റും കുറേ നക്ഷത്രങ്ങൾ ഇട്ടാൽ എന്തൊരു ഭംഗിയായിരിക്കും എന്നുള്ളൊരു ചിന്ത വെറുതെ ചിന്തിച്ചു പോയതാണ്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഹായ് കൊള്ളാലോ, നല്ലൊരു സംഭവം ആയിരിക്കുമല്ലോ എന്ന് ചിന്ത വന്നു. ഈ ചിന്ത ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളുമായിട്ടൊന്ന് സംസാരിച്ചു. ഇവിടെ അടുത്ത് എൻ്റെ ഈ തടാകത്തിനോട് ചേർന്ന് തന്നെ ഇരുന്ന 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. എൻ്റെ കളിക്കൂട്ടുകാരനാണ് സുരേഷിൻ്റെ കൂട്ടുകാരനായ ജോസ്. അവരോടൊക്കെയാണ് ഇത് ആദ്യം സംസാരിച്ചത്. അവർ പറഞ്ഞു സൂപ്പറായിരിക്കും, ഗംഭീരമായിരിക്കും പരിപാടി എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കുറച്ചൊരു ആവേശമായി. മറ്റു പല സുഹൃത്തുക്കളോടും സംസാരിച്ചു. പക്ഷേ ഒരു വർഷത്തെ കാലയളവുണ്ട്. ആ കാലയളവിൽ ഞാൻ പലരുമായിട്ട് സംസാരിച്ചു. അങ്കമാലിയിലുള്ള, എറണാകുളത്തുള്ള, അങ്ങനെ എൻ്റെ പല സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചു. അവർക്കൊക്കെ ഇത് കേട്ടപ്പോൾ വലിയ അതിശയം തോന്നി. നല്ല ഗംഭീരമായിരിക്കും, നല്ലൊരു സംഭവമായിരിക്കും. മറ്റു ഫോം ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടും എങ്ങും ഇവിടെ എത്തുന്നില്ല. കാരണം ഫണ്ടില്ലാതെ എവിടെ വിടും? കാറിൽ പെട്രോൾ അടിച്ച് കാശ് കയ്യിൽ തീർന്നു, ഒന്നും മുന്നോട്ട് പോകുന്നില്ല. ആദ്യമേ തന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ വർഗീസ് മൂലൻ. അദ്ദേഹം നമുക്ക് നക്ഷത്രങ്ങളും ബൾബുകളും തരാമെന്ന് ഏൽക്കുകയും ചെയ്തു. ഇതാണ് നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ തുടക്കം. പലരും എനിക്ക് ഇത് നടക്കാത്തൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വട്ടാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ വരെയാണ്. ഞങ്ങൾ വിട്ടുകൊടുത്തില്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. അങ്ങനെയാണ് ഡോക്ടർ വർഗീസ് മൂലിൻ്റെ അടുത്ത് വരെ എത്തുന്നത്. വർഗീസ് മൂലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നക്ഷത്രവും ബൾബും കിട്ടാതെ ഞങ്ങൾക്ക് വലിയ ആവശ്യമായി. പിന്നെ അടുത്തത് ഓരോ പിരിവ്, നിരീശ്വരം, മലയാറ്റൂർ ഏരിയയിലുള്ള കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവരെയൊക്കെ സമീപിച്ച് 50,000, 25,000 ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ ആദ്യ വർഷം ഇത് സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരു സ്വപ്നം പോലെയാണ്. അന്ന് പോലീസ് ഇല്ല, മീഡിയ ഇല്ല, ആരുമില്ല, ഞങ്ങളോട് സഹകരിക്കാൻ ആരുമില്ല. ഞങ്ങൾ സ്റ്റേജിൽ ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ജനക്കൂട്ടത്തെ കണ്ട് ഞങ്ങളൊക്കെ ഭയന്നു. കാരണം ഈ 2 സൈഡും വെള്ളമാണ്. ആ വെള്ളത്തിലേക്ക് ആരെങ്കിലും പോയാൽ എന്ത് ചെയ്യും? അപ്പോഴാണ് അതൊക്കെ ചിന്തിക്കുന്നത് തന്നെ. പക്ഷേ ഭാഗ്യം കൊണ്ട് ഇന്നേ വരെ ഒരു അപകടവും നമുക്കിവിടെ സംഭവിച്ചിട്ടില്ല. ഇതിപ്പോൾ 10ാം വർഷമാണ്.
10 വർഷമായിട്ടും ഇവിടെ ഒരു അപകടമോ ഒരു സംഘടനമോ ഒരു പ്രോബ്ലമോ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഫാമിലികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കറിയില്ലായിരുന്നു ഇത് ഇത്രമാത്രം വളർന്നു പോകുമെന്നും അറിയില്ലായിരുന്നു. ഇന്ന് നക്ഷത്ര തടാകം ഇന്നിപ്പോൾ ഈ തടാകത്തിന് ചുറ്റും നമ്മളിടുന്നത് 10,024 നക്ഷത്രമാണ് ഈ വർഷം ഇടുന്നത്. Can't